അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ യൗസേ പിതാവ് നീതിപൂർവം പ്രവർത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെയുള്ള തൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയത് എന്ന് നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചു, ചില നല്ല തീരുമാനങ്ങൾ എടുത്തു. ഇനി നമുക്ക് ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? കരുണയുടെ വർഷമാണ്. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്നത് കൊടുക്കുന്നതാ, അല്ലേ? കരുണ എന്താ? അർഹിക്കാത്തത് നൽകുന്നതാണ് കരുണ. കരുണയുടെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കരുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാകണം. നീതിയും കരുണയും ഒരുമിച്ച് പോകുന്ന രണ്ട് ദൈവിക പുണ്യങ്ങളാണ്. ആദ്യം നമ്മൾ അർഹിക്കുന്നത് കൊടുക്കാൻ പഠിച്ചാലേ അർഹിക്കാത്തത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഈ അർഹിക്കുന്നത് പോലും കൊടുക്കുന്നില്ലേ, അർഹിക്കാത്തത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ദൈവപിതാവിൻ്റെ കരുണയെ പറ്റി നമ്മൾ കരുണയുടെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക എന്ന വലിയ ആപ്തവാക്യമാണ്. അതുപോലെ തന്നെ സഭാ കൂട്ടായ്മയിൽ കരുണയുടെ വർഷം ഡിസംബർ 8-ാം തീയതി വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ വിശുദ്ധ കവാടം തുറന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. പ്രാദേശിക സഭയിൽ ഓരോ രൂപതയിലും പിതാക്കന്മാർ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കവാടം തുറന്നുകൊണ്ട്, പിന്നെ ഓരോ രൂപതയിലും വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദേവാലയങ്ങളിൽ കരുണയുടെ വാതിൽ തുറന്നുകൊണ്ട് കരുണയുടെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വാതിൽ തുറക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? സ്വാഗതം, അല്ലേ? വാ ഇതിലെ, അല്ലേ? ഇതിലെ വരാനാണ് വാതിൽ. ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് വാ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ വാതിലുകൾ തുറക്കണം. കരുണാപൂർവം തന്നെ നമ്മുടെ വാതിലുകൾ തുറക്കണം. നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ തുറക്കണം. ഗാർഹിക സഭയായ നമ്മുടെ കുടുംബത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട്, ഗാർഹിക സഭയിലെ അംഗമായ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട്
നമുക്ക് കരുണയുടെ വർഷത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളെ നീതിമാൻ അർഹത കൊടുക്കുന്നത്, അർഹിക്കാത്തത് പലപ്പോഴും നിഷേധിച്ചു എന്നതിൻ്റെ പേരിൽ പലരെയും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലേ? ഇല്ലേ? അവരെന്നോട് അങ്ങനെ പെരുമാറി. വിദ്വേഷത്തിന്റെ പേരില്, വൈരാഗ്യത്തിന്റെ പേരില് നമ്മൾ പലരെയും നമ്മുടെ ഹൃദയ കവാടങ്ങളെ പൂട്ടിയിട്ട് അവനുമായിട്ട് ഇനി യാതൊരു ഇടപാടുമില്ല. സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചു. സഹനത്തിന്റെ നെല്ലിപ്പലകയും കണ്ട് ഇനി നോ, ഇങ്ങനെ പറഞ്ഞ് പലരെയും മാറ്റി നിർത്തിയിട്ടില്ലേ? കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുക, പത്രോസിന്റെ പിൻഗാമി ആവശ്യപ്പെടുക ഇതാണ്: നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലേ പലരെയും? നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെ മുറിപ്പാടുകൾ പേറി, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ, നിങ്ങളോട് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട്, പലതരത്തില് പല പ്രവൃത്തികൾ മൂലം, പല വാക്കുകൾ മൂലം നിങ്ങളെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ അവരെന്നോട് അർഹതയുള്ളതുപോലെ പെരുമാറിയില്ല, അവരെന്നോട് നീതിപൂർവം പെരുമാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ടില്ലേ? കരുണയുടെ വർഷം എന്താ പറയുക? അവരോട് കരുണാപൂർവം പെരുമാറുവാൻ. കരുണയുടെ വർഷത്തോട് അനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള മോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചോ? മോട്ടോ: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേ. എന്താണ് അതിൻ്റെ ആ ലോഗോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു എംബ്ലം കണ്ടോ? ഇല്ലെങ്കിൽ പാപത്താൽ അധപ്പതിച്ചു പോയ മനുഷ്യനെ തൻ്റെ തോളിൽ എടുത്ത് ഒരു കുഞ്ഞാടിനെ പോലെ തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് കരുണയോടെ നോക്കുന്ന ദൈവപിതാവിൻ്റെ മനോഹരമായ ചിത്രമാണ് കരുണയുടെ വർഷത്തിൽ ഇറക്കിയിരിക്കുന്നത്. കരുണാപൂർവം പെരുമാറുവാൻ, ക്ഷമയോടെ പെരുമാറുവാൻ, സ്നേഹത്തോടെ പെരുമാറുവാനുള്ള വലിയ ആഹ്വാനമാണ് കരുണയുടെ ഈ വർഷത്തിൽ സഭ നമ്മോട് ആവശ്യപ്പെടുക. എപ്പോഴാണ് നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാനായിട്ട് സാധിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിന് സമാനമായ വളരെ മനോഹരമായിട്ട് തിരുവചനങ്ങൾ പറയുന്നുണ്ട്. യാക്കോബിനെയും യേശോവിനെയും എല്ലാവർക്കും പരിചയമുണ്ടോ? ഉണ്ട്. ഇവര് യാക്കോബാണെങ്കിൽ എന്ത് ചെയ്യും? പൈതൃക അവകാശവും പിതാവിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയി. അപ്പം തട്ടിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ എന്തുണ്ടാകും? അവൻ കയ്യെത്തുന്ന ദൂരത്താണെങ്കിൽ ഇപ്പം ശരിയാക്കി തരാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം നമുക്കറിയാം, ചെറിയ കാര്യമായാലും ശരി, നമ്മോട് അനീതിപരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അമർഷമുണ്ടാകും. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ ഈ ഏസാവും യാക്കോബും തമ്മിൽ സന്ധിക്കുന്ന മനോഹരമായ ഒരു രംഗമുണ്ട്. തിരുവചനം ഇപ്രകാരമാണ് പറയുന്ന 33-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. അതായത് യാക്കോബ് ഏസാവിനെ കാണുവാനായിട്ട് ലാബാന്റെ ദേശത്ത് നിന്ന് തിരിച്ചു വരുന്ന അവസരത്തിൽ ആടുമാടുകളും ഭാര്യയും മക്കളും തൻ്റെ സമ്പത്തും എല്ലാമായിട്ട് വരുമ്പോൾ ഏസോവിനെ താണു വണങ്ങി ഏസോവിനെ എല്ലാം അടിയറ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആ അവസരത്തിൽ പറയുന്ന വചനം ഒന്ന് ശ്രദ്ധിക്കുക. 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്: യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ
എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത്. അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരുന്നു. എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ സഹോദരങ്ങളോട് ക്ഷമിക്കുമ്പോൾ, സഹോദരങ്ങളോട് കരുണയോടെ പ്രവർത്തിക്കുമ്പോൾ, ഈ കരുണയുടെ വർഷത്തിൽ ആരുടെ മുഖമാണ് നിങ്ങൾ കാണുക? ദൈവത്തിൻ്റെ മുഖമാണ് കാണുക. ക്ഷമയ്ക്ക് ലോജിക്ക് വല്ലതും ഉണ്ടോ? ക്ഷമയ്ക്ക് വല്ല യുക്തിയുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ കൊച്ചുമക്കളോട് എത്ര പാത്രം ക്ഷമിച്ചിരിക്കുന്നു? മുടിയെ പിടിച്ച് വലിക്കുമ്പോൾ വേദനിക്കുകയല്ലേ? ചിലപ്പോൾ മുഖത്ത് അടിച്ചെന്നിരിക്കുകയല്ലേ? ഇല്ലേ? അപ്പച്ചന്മാരെ കൊച്ചുമക്കള് എന്തെല്ലാം ചെയ്യുന്നു? ആർക്കെങ്കിലും പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? എന്താ? അവര് കുഞ്ഞുങ്ങളാ, അവർക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുവാ? അവരെ സ്നേഹിക്കുകയാ. അവര് കുഞ്ഞുങ്ങളാണ്, അവർക്കറിയത്തില്ലാത്തത് കൊണ്ട് അവരോട് നമ്മൾ സ്നേഹപൂർവ്വം ക്ഷമിക്കുകയാണ്, അല്ലേ? അവരോട് യാതൊരു ഒരു അമ്മച്ചിക്കിട്ട് മുഖത്തിനിട്ട് കൊച്ചടിച്ച് കഴിഞ്ഞാൽ കുട്ടാന്ന് പറഞ്ഞ ഒരു ഉമ്മയും കൂടി കൊടുക്കും, അല്ലേ? മോനെ നീ അടിച്ചോ, എനിക്ക് വേദനിച്ചല്ലോ എന്നും പറഞ്ഞ് നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എന്ത് സ്നേഹപൂർവ്വം പെരുമാറുന്നേ. ഈ തിരുവചനത്തിലൂടെ യാക്കോബും ഏസാവും പരസ്പരം ക്ഷമിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ്. ഏസാവിൻ്റെ മുഖത്ത് യാക്കോബ് കാണുക. എന്താണ് വചനം പറയുക? എന്താണ് പറയുക? ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖമാണ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് ഇന്ന് ക്രിസ്തു ജീവിക്കുക. മത്തായി, മർക്കോസും ലൂക്കായി, യോഹന്നാനും എഴുതിയ സുവിശേഷം അറിയാമല്ല അവർക്കും, അല്ലേ? വായിച്ചാൽ അറിയാം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം വായിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭവനത്തിലുള്ളവർ, നിങ്ങളുടെ ദേശത്തുള്ളവർ വായിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ഏതാ? നിങ്ങളുടെ ജീവിതം കൊണ്ട് എഴുതുന്ന സുവിശേഷം. ഈ കരുണയുടെ വർഷത്തിൽ സഭ നമ്മോട് ആവശ്യപ്പെടുക ജീവിതം കൊണ്ട് ഒരു സുവിശേഷം എഴുതുവാനാണ്. മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. ഭാരതത്തിൻ്റെ ചേരികളിലുള്ള ജനങ്ങൾക്ക് ഈ അമ്മയെ അറിയാം. ഈശോയെ പറ്റി കേട്ടിട്ടില്ലാത്തവരും അമ്മയുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ചോദിച്ചു, അമ്മയുടെ ദൈവം ആരാണ്? വലിയ സർക്കാർ ഉദ്യോഗസ്ഥര് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങൾ വച്ച് കെട്ടിയപ്പോൾ ഈ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോളറുകൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യുവാൻ സാധിക്കുകയില്ല. അമ്മയ്ക്ക് എങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു? അമ്മ പറഞ്ഞു, ലക്ഷങ്ങളല്ല, കോടികൾ കിട്ടിയാലും ഞാനിത് ചെയ്യുകയില്ല. പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്യുക. കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾ അണയുമ്പോൾ, പാപമോചനത്തിനായിട്ട് നിങ്ങൾ അണയുമ്പോൾ, വൈദികൻ എന്താ ഇതിങ്ങനെ ചെയ്ത്, എന്താ മക്കളെ ഇങ്ങനെ ചെയ്തത്, നിങ്ങളാകെ നശിച്ചു പോയല്ലോ എന്നല്ല ചോദിക്കുക. ഈശോയുടെ കരുണയുടെ മുഖം കുമ്പസാരക്കൂട്ടിലെ കരുണയുടെ കൂടാരത്തിൽ നിങ്ങൾ ദർശിക്കുമ്പോൾ പറയുന്നത് എന്താ? ഈശോ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, കുറവുകളൊക്കെ മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണമെന്ന്, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന്,
കുടുംബത്തിലെ എനിക്കുള്ള കുറവുകളെ എൻ്റെ മക്കളും ഭാര്യയും എന്നോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ്, എനിക്കുള്ള കുറവുകളും കുറ്റങ്ങളുമൊക്കെ എൻ്റെ ഭാര്യ എന്നോട് ക്ഷമിക്കണമെന്ന്, എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ, ചിന്തിച്ചു നോക്കുക, ഈ കരുണ കാണിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രായമായവരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? വൃദ്ധ മാതാപിതാക്കളോട് മക്കളെ എത്രമാത്രം കരുണയോടുകൂടിയാണ് പെരുമാറുക? അവരെന്ന് ചുക്കിച്ചുളിഞ്ഞില്ലാതായതിൻ്റെ ഫലമാണ് ഞാനെന്ന് ചിന്തിക്കുവാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? പ്രിയമുള്ളവരെ, നീതിമാനാകുവാനായിട്ടും കരുണയോടുകൂടി പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് ഒരു കാര്യയുടെ ആവശ്യമുണ്ട്. അതോടെ പറഞ്ഞുകൊണ്ട് ഈ തിരുവചന സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാന ഭാഗത്തേക്ക് കടക്കുന്ന ഈ നിമിഷങ്ങളിൽ നീതിപൂർവം പെരുമാറുവാൻ, യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു നീതിമാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അവന് വേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിച്ച് നമ്മൾ ധ്യാനിച്ചു. അതോടൊപ്പം തന്നെ കരുണയുടെ വർഷത്തിൽ നീതിയും കരുണയും ഒരുമിച്ച് പോകുന്ന സുഹൃതങ്ങളായതുകൊണ്ട് നീതി അർഹിക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ കരുണ അർഹിക്കാത്തത് കൊടുക്കുക. അത് ഏറ്റവും വലിയ കരുണയുടെ ഉദാത്തമായ മാതൃക നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് വേണ്ട വലിയ ഒരു കാര്യമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാനായിട്ട്, നീതിപൂർവം പ്രവർത്തിക്കാനായിട്ട്, കരുണയോടെ സഹോദരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കരുണാപൂർവം അവനോട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ, വിശുദ്ധിയുടെ കൂടാരത്തിൽ, കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ കൃപ നമുക്ക് വേണം. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചൊല്ലി, സുഹൃത ജപങ്ങളെ ചൊല്ലി ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് ഒരുങ്ങുന്നവരല്ലേ അല്ലേ? ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാനായിട്ട് ആരെങ്കിലും ഒരു കുഞ്ഞ് ത്യാഗം ചെയ്ത് ഇന്ന് കാഴ്ചവെച്ചവരുണ്ടോ? ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നീതിപൂർവം പെരുമാറുവാനായിട്ട് ഒരു കുഞ്ഞ് ത്യാഗം ചെയ്തവർ, നീ വചന കൂടാരത്തിലിരുന്ന് ആരാധന നടത്തിയപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, ക്രൈസ്തവ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ? വീട്ടിലെ കടബാധ്യതകൾ മാറുവാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ മാറുവാൻ, മദ്യപാനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അത് മാറുവാനായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട്, യഥാർത്ഥമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്ന് ഒരു കുഞ്ഞ് ത്യാഗം ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? ആരും കൈ ഉയർത്തണ്ട, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാതെ, സന്തോഷമില്ലാതെ, രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ദൈവം സൗഖ്യം നൽകുവാനായിട്ട്, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നമ്മോട് പറയുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ്. നിങ്ങളെ യഥാർത്ഥമായ ഒരു ക്രൈസ്തവ ജീവിതമാണോ നയിക്കുന്നത്? നിങ്ങളൊരു ക്രൈസ്തവന്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നവരാണോ എന്ന് അറിയുവാനായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അളവ് പോലും മറ്റൊന്നുമല്ല.
വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിൽ ശ്രവിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങൾ ഏവയാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങൾ ഏവയാണ്? അത് സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന പരാതികളിൽ പ്രധാനപ്പെട്ടത് എന്താ? അച്ഛാ, ഒരു സമാധാനവും ഇല്ല. കുടുംബ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് നാളുകളായിരിക്കുന്നു, ഒരു സമാധാനവും ഇല്ല. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതം, യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകും. എനിക്ക് എന്തുമാത്രം എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സമാധാനമുണ്ട്, ഞാൻ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നതാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ടിൻറ്റുമോനെ എല്ലാവർക്കും പരിചയമുണ്ടോ? സാധാരണയായി ടിൻറ്റുമോൻ ജോക്ക് ഒത്തിരി ഉള്ളത് കൊണ്ട് ടിൻറ്റുമോനെ എല്ലാവർക്കും പരിചയമുണ്ട്. ടിൻറ്റുമോൻ പറഞ്ഞു, ഒരു ദിവസം അമ്മയോട് വീട്ടിൽ ചെന്ന് സ്കൂളിൽ പോയിട്ട് പുസ്തക സഞ്ചിയൊക്കെ ആയിട്ട് വന്നിട്ട് പുസ്തക സഞ്ചിയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ടിൻറ്റുമോൻ പറഞ്ഞു, അമ്മേ, എല്ലാവരും എന്നെ കാണുമ്പോൾ ദൈവമേ എന്നാണ് വിളിക്കുന്നത്, എല്ലാവരും എന്നെ കാണുമ്പോൾ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ഉടനെ അമ്മ ചോദിച്ചു, മോനെ, നീ കൊച്ചനാണല്ലോ, നീ കുറച്ച് വികൃതിത്തരങ്ങളൊക്കെ കാണിക്കുമെന്നല്ലാണ്ട് നിന്നെ കാണുമ്പോൾ നീ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. പക്ഷേ അല്ല അമ്മേ, എല്ലാവരും എന്നാലും എന്നെ കാണുമ്പോൾ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ്? അപ്പം നീ ദൈവവിചാരം കൊടുക്കുകയാണോ? അപ്പം അമ്മ ഉടനെ ടിൻറ്റുമോൻ, അമ്മ, എല്ലാവരും എന്നെ കാണുമ്പം ദൈവമേ എന്നാണ് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചന കൂടാരത്തിലിരുന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ദൈവത്തെ വിചാരിക്കുന്നത് ഇങ്ങനെയാണോ? വന്നു അങ്ങനെയാണോ? അതോ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, ദൈവത്തോടും മനുഷ്യനോടും നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, ആ ഒരു സ്നേഹത്തില് സന്തോഷത്തില് ഞാൻ ചെല്ലുമ്പോൾ സമാധാനത്തിൻ്റെ ആത്മാവിനെയാണോ, കലഹത്തിൻ്റെ ആത്മാവിനെയാണോ, ത്യാഗത്തിൻ്റെ ആത്മാവിനെയാണോ, വിശുദ്ധിയുടെ ആത്മാവിനെയാണോ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. ഈ വചന കൂടാരത്തിലിരുന്ന് നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട്, വിശുദ്ധ യൗസേ പിതാവിനെ പോലെ ദൈവഹിതം ശ്രവിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം.